ഫ്രണ്ട്സ്, ഇന്ന് കർക്കിടകം വന്നല്ലേ. നിങ്ങളെല്ലാവരും അമ്പലത്തിൽ പോയോ? ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള മൂർക്കിനിക്കര വീമ്പ് ശിവക്ഷേത്രത്തിൽ പോയി തൊഴുതു. സംതൃപ്തിയായിട്ട് തൊഴുതു. എല്ലാ സങ്കടങ്ങളും ഭഗവാന് സമർപ്പിച്ചു. പിന്നെ അവിടെ മഹാഗണപതി ഹോമം ഉണ്ടായിരുന്നു. അതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അതിലെ പ്രസാദ വിതരണത്തിൽ ഞാൻ പങ്കാളിയായി. പ്രസാദം കിട്ടി. പിന്നെ ഞാൻ തിരിച്ചു പോന്നു. വീട്ടിലെത്തി ആ പ്രസാദം എൻ്റെ ഭഗവാന്റെ മുന്നിൽ കണ്ടോ, ഇതാണ് എൻ്റെ ഭഗവാന് സമർപ്പിച്ച പ്രസാദം. കണ്ടോ, കൃഷ്ണനും ശിവനും സരസ്വതി, ഉണ്ണിക്കണ്ണൻ ഇവരുടെ മുന്നിലാണ്. പിന്നെ മഹാവിഷ്ണു, എല്ലാവരുടെ മുന്നിലും ഞാൻ ഈ പ്രസാദം സമർപ്പിച്ചു. ഇനി കുറേശ്ശെ എല്ലാവർക്കും തരാം കേട്ടോ. ഞാനും കുറച്ച് കഴിക്കണുണ്ട്. ഷുഗറാണ്, അത് കാരണം അധികം കഴിക്കാൻ പറ്റില്ല. അപ്പം എല്ലാവർക്കും കുറേശ്ശെ തരാം കേട്ടോ. പിന്നെ എല്ലാ വർഷവും ഞാൻ രാമായണം വായിക്കാറുണ്ട്. ഈ വർഷം എനിക്ക് രാമായണം വായിക്കാൻ പറ്റുമെന്ന് തോന്നണില്ല. എന്താ വെച്ചാൽ തൊണ്ടയിൽ ഭയങ്കര പ്രശ്നമാണ്. തൈറോയിഡ് ഉള്ളത് കൊണ്ടാണെന്ന് സംശയം. അത് കാരണം കൊണ്ട് രാമായണം വായിക്കണില്ല എന്നാണ് വെച്ചിരിക്കുന്നത്. എന്നാലും എനിക്ക് സമാധാനമില്ല. വായിച്ച് നോക്കണം. വായിച്ച് നോക്കിയാൽ ഫുള്ള് വായിക്കണ്ടേ. അത് കാരണം കൊണ്ടൊരു വിഷമം. ഞാൻ 15 ദിവസത്തിനുള്ളിലൊക്കെ രാമായണം വായിച്ച് തീർക്കാറുണ്ട്. ഈ പ്രാവശ്യം വായിക്കാൻ പറ്റുമെന്ന് തോന്നണില്ല. ഭഗവാൻ ക്ഷമിക്കട്ടെ. എനിക്ക് പറ്റാണ്ടാണ് എന്ന് ഭഗവാൻ അറിയാലോ. പിന്നെ ഒരു കാര്യം, ഞാൻ പോയി വന്നതിന് ശേഷം മുക്കുറ്റിച്ചാതും തൊട്ട് കാത്തിരുന്നു. ആരാണോ ഭഗവാനെ, അല്ലാണ്ട് ആരെ കാത്തിരിക്കാനാ? ഒരാളും ഇല്ല എനിക്ക് കാത്തിരിക്കാൻ. എൻ്റെ പ്രിയപ്പെട്ടവരൊക്കെ പോയി. ഇനി ആകെയുള്ളത് ഒരാങ്ങളെയാ. ആങ്ങളെ വരുമെന്ന് കാത്തിരിക്കാം. പക്ഷെ വരണ്ടേ, അന്ന് കിട്ടണ്ടേ. ഓക്കേ.